ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഷോർട്സ് ഒക്കെ എൻ്റെ യൂട്യൂബിൽ ഇട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കുറേ ഷോർട്സ് ഇടുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരില്ലേ, ഇതാരാ, ഇതെവിടുന്ന ഈ പുള്ളിക്കാരത്തിൽ നിന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ളൊരു കോൺഫിഡൻസും ഒരു സാഹചര്യവും എല്ലാം എനിക്ക് ഒത്തു വന്നത് കേട്ടോ. അതായത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി കുറച്ച് ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ, അല്ലെങ്കിൽ എന്താണ് ഞാനെന്ന് ഒന്ന് പറയാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറയാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ പേരിട്ടിരിക്കുന്ന MRP വ്ളോഗ്സ് എന്നാണ്. ഒത്തിരി പേര് ആലോചിച്ചു, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നും ഇതാണ് ഓക്കെ ആയി എന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ തൽക്കാലം ഒരു പേരിട്ടേക്കുവാണ് കേട്ടോ. ഇനി എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ട്, നല്ലൊരു പേര് കിട്ടുവാണെങ്കിൽ. സ്റ്റിൽ ഞാൻ സെർച്ചിങ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ MRP വ്ളോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താണ് കേട്ടോ ഇട്ടേക്കുന്നത്. മേഘ ആർ പ്രസന്നൻ, അതായത് 3ന്റെയും MRP എന്നെടുത്തിട്ടാണ് കേട്ടോ MRP വ്ളോഗ്സ് എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ആ പേരാണ്. ഇനി പറ്റുമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ഒരു ലൈഫ് സീരീസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒത്തിരി വീഡിയോസ് കാണുന്ന ആളാണ് യൂട്യൂബിൽ. എല്ലാവരുടെയും ട്രാവൽ വ്ളോഗ്സും എല്ലാ വ്ളോഗ്സും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും വീഡിയോ തുടങ്ങുമ്പോൾ എല്ലാം എൻ്റെ ഡെയിലി ലൈഫ്സും കുക്കിംഗ് വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും എല്ലാം മേക്കപ്പ് റൊട്ടീൻസ് എല്ലാം കൂടി ചേർത്തൊരു കുറച്ച് വീഡിയോസ് ഇടാനെന്നാണ് വിചാരിക്കുന്നത്. ഇതെൻ്റെ ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നപ്പോഴൊന്നും എനിക്കിങ്ങനെ ആഗ്രഹം ഇത്രയും ഉണ്ടായിരുന്നില്ല. UK വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും നമുക്കൊരു വേറൊരു എന്റർടൈൻമെന്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മളെപ്പോഴും ജോബ്, വീട്, ജോബ്. നമുക്ക് ഫാമിലി ഒന്നും അടുത്തില്ല. ഫ്രണ്ട്സ് സർക്കിളും വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് ബോറടി മാറ്റാൻ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയത്. പക്ഷേ അറ്റ് ദ മൊമെന്റ് അതൊരു സീരിയസ് ആയി മാറിയിട്ടുണ്ട്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ മെറ്റീരിയൽ ഒക്കെ ആയിട്ടാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. അധികം സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കതൊരു സീരിയസ് ഫാക്ടർ ആയിട്ട് മാറി. എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ആദ്യം ഒരു സ്ട്രെസ് റിലീഫ് ഫാക്ടർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കുറെ കാര്യങ്ങൾ ഒരെണ്ണം ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് സീരിയസ് ആയിട്ട് തുടങ്ങുമ്പോൾ എന്നെ കുറിച്ച് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ നാട് ട്രിവാൻഡ്രമാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് തോന്നയ്ക്കൽ, കുടവൂർ എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു പ്ലേസ് ആണ് കേട്ടോ എന്റെ പ്ലേസ്. പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന UK ഞാനൊരു നഴ്സായിട്ട് NHS വർക്ക് ചെയ്യുന്നത്. UK ടോർക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒത്തിരി കടലൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഒത്തിരി ഓൾഡ് ഏജ് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അധികം വൈബ്രന്റ് ഒന്നും അല്ലാത്ത കാം ആൻഡ് ക്വൈറ്റ് ഒരു വില്ലേജ് ഏരിയ പോലത്തെ ഒരു പ്ലേസിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ UK വന്നിട്ട് ഒരു 3 ഇയേഴ്സ് ആവാൻ പോവാണ്. ഞാൻ വന്നത് ജാനുവരിയിലാണ്, 2023 വന്നത്. 3 ഇയേഴ്സ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. വേറെന്താ, അത്രയൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. സ്റ്റിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. നാട്ടില് പഠിച്ചതൊക്കെ ഞാൻ ശിവഗിരി കോളേജിലാണ് നഴ്സിംഗ് ഒക്കെ പഠിച്ചത്. അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് 2 ഇയേഴ്സ് ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് OET ഒക്കെ എഴുതിയിട്ട് ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് എന്നെ പറ്റി പറയാം. വീട്ടില് അമ്മയുണ്ട്, ചേട്ടനുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞു. പുള്ളിക്കാരനും വർക്ക് ചെയ്യുന്നത് UK അത്രയൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. അപ്പൊ അതിൽ ഒത്തിരി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്തെങ്കിലും സജഷൻസും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് പറയുക. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് എത്രത്തോളം ഇത് സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്കിപ്പോഴാണ് ഒരു കോൺഫിഡൻസ് 100% വന്നത്, ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരാനും സംസാരിക്കാനും ഒക്കെ. അപ്പോൾ ആ കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഒത്തിരി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഉള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ഇൻവോൾവ് ആയി ഒരു സർക്കിളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ടാവാം, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവാം. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിപ്പോയി. ജോബിന് പോയാലും ഞാൻ എൻ്റെ ജോലിക്കാര്യങ്ങൾ മാത്രം ആ ജോബിൽ സംസാരിക്കുന്ന ഒരാളായി കേട്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനൊരു വിഷമം തോന്നി, എനിക്ക് അത് പറ്റുന്നില്ല, അതൊരു ഭയങ്കര സ്ട്രെസ്സായി, ഭയങ്കര പ്രശ്നങ്ങളായപ്പോഴാണ് അതിൽ നിന്ന് റിലീഫായിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇൻസ്റ്റയിൽ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു, നല്ലൊരു അവസരം വരട്ടെ, അല്ലെങ്കിൽ നാളെ ഇടാം എന്ന് വിചാരിച്ച് ഇപ്പം ഇത്രയും ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നോട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.